എടുത്തിട്ടുള്ളൂ. കാർത്തു പോയതിനു ശേഷം വിളിച്ചിട്ടില്ലല്ലോ, അത് നോക്കിയാണ് ഞാൻ. അത് ശരിയാ, അവളൊരു വിവരവും ഇല്ല. ഫോണിലേക്കാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് എന്നാ രാവിലെ മുതൽ പറയുന്നേ. പാവം കുട്ടി, എന്തിനാ ഈശ്വര ആ പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? അമ്മേ, അവളിനി തിരിച്ചു വരൂലേ? പറയാൻ പറ്റൂല, അതൊന്നും പറയാൻ പറ്റൂല ലച്ചു. അതെന്താ? അഥവാ അവൾ അമ്മയുടെ ഫാമിലി അവളെ സ്വീകരിച്ചാ അവൾ അവിടെ നിക്കാൻ മതി, പിന്നെ എപ്പോഴെങ്കിലും നമ്മളെ കാണാൻ വരാൻ മതി. എന്നാലും അവള് നമ്മളെയൊക്കെ മറക്കും അമ്മേ? ഏയ്, ഒരിക്കലുമില്ല. അവള് നമ്മളെ കാണാൻ എപ്പോഴെങ്കിലും വരും മടി. നിന്നെയൊക്കെ പാടെ ഉപേക്ഷിച്ച് നമുക്ക് പോവാൻ കഴിയോ? ചെറുപ്പം മുതൽ ഒന്നിച്ച് വളർന്നവരല്ലേ നിങ്ങൾ? അതെ അമ്മേ, ഇപ്പൊ തന്നെ അവൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഡേയ്സ് എങ്ങനെയായിരിക്കും എനിക്ക്? അമ്മേ, എന്ത് പാറു? അമ്മയെ തുമ്പിച്ചേ കണ്ടോ? ഇല്ല, അവൾ അവിടെ എവിടെയെങ്കിലും കാണും. നേരെ പോയി നോക്ക്. അല്ല, എന്റെ കാര്യം? അതൊക്കെ ഉണ്ട്. എന്താണ് കാര്യം? അത് പറ. അതെ, പാത്തി എനിക്ക് മൈലാഞ്ചി തന്നിട്ടുണ്ട്, ആ തുമ്പേച്ചിനെ കൊണ്ട് ഇടിപ്പിക്കാനാ. ഓ, അതെന്നെ കാര്യം. മൈലാഞ്ചി ഇടുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അവിടെ ഇവിടെ ഒന്നും ആക്കരുതേ. ഏയ്, ഞാനാക്കത്തില്ല. പാറു, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഓടരുതെന്ന്. അമ്മ പേടിക്കണ്ട, ഞാൻ വീഴൂല. വീണാലേ അവിടെ ഇട്ട ഒരു അടി കൂടെ തരും നിനക്ക്. പറഞ്ഞ കേൾക്കാത്തതിന് ഒന്നും പറയണ്ട. ഓന്റെ സൈന, എന്ത് പറയാനാ, പിള്ളേരെ കാര്യം തന്നെ. അല്ല, ഇന്ന് കല്യാണത്തിന് പോകുന്നില്ലേ? ഞാന് അത് ചോദിക്കാൻ വന്നതായിരുന്നേ. ആ, പോകുന്നുണ്ട്. അതിനു മുമ്പ് പണിയൊക്കെ കഴിക്കട്ടെ. അല്ല, നീ ഇല്ലേ സൈന? ആ, ഉണ്ട്. അല്ല, നീ കൃഷ്ണേട്ടന്റെ കൂടെയാണോ പോകുന്നെന്ന് ചോദിക്കാൻ വന്നതാ. ഏയ് അല്ല, നമുക്ക് ഒരുമിച്ച് പോവാടി. ഞാന് പണിയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നേ. ആ, എന്നാ നമുക്ക് ഓട്ടോ വിളിച്ചു പോവല്ലേ? ആ, അതാ നല്ലത്. ആ, അതാ നല്ലത്. അല്ല, നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ? ആ, അലക്കാൻ നിൽക്കുമായിരുന്നു. അപ്പൊ അതിനു മുമ്പ് നിന്നോട് ചോദിക്കാൻ വന്നതാ. ആ, എനിക്ക് കുറച്ച് പണിയുടെ ഉണ്ട്. ഇപ്പം 9:30 നമുക്കൊരു 11:30 ആകുമ്പോഴേക്കും ഇറങ്ങാം. അല്ല, പിള്ളേരെല്ലാരും ഇല്ലേ? ആ, എല്ലാരും ഉണ്ട്. ലച്ചുണ്ടോന്ന് അറിയൂല, അവളില്ലാന്ന് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണാവോ? നീ എന്താ വെന്നപ്പാടെ നിക്കുന്നേ? ഞാൻ ചെയർ എടുത്തു വരാം. ഏയ് വേണ്ട, ഞാൻ പോട്ടെ, പണികളൊക്കെ തീർക്കണ്ടേ. ചായ കുടിച്ചോ? ആ, ഞാനും പാത്തും കുടിച്ചു. ഉസ്മാനാണെങ്കിൽ എണീറ്റത് പോലുമില്ല. ഈ കത്തൊക്കെ ഞാൻ ഇപ്പോഴാ കാണുന്നേ. അമ്മ എപ്പോ എഴുതിയത് അതൊക്കെ? മോളെ കാർത്തു, അമ്മ പറയുന്നത് മോൾ അനുസരിക്കണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ മോള് പിന്നെ തനിച്ച് ഈ വീട്ടിൽ നിൽക്കരുത്. അമ്മയുടെ വീടുണ്ട്, അങ്ങോട്ട് പോണം മോള്. അവിടെ ഉള്ളവരുടെ കൂടെ ജീവിക്കണം. എന്ത് പ്രശ്നം വന്നാലും അവിടെ വിട്ട് എങ്ങോട്ടും പോവരുത്. അവിടെയുള്ളവർ എല്ലാവരും മോളെ സ്വീകരിച്ചെന്ന് വരില്ല, എങ്കിലും മോളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് അവിടെ. അയാൾ നിന്നെ സംരക്ഷിക്കും. ഇതെല്ലാം അമ്മ എപ്പോ എഴുതി? അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിന് മുൻപ് അവിടെ പോകണമെന്ന്. പക്ഷേ ഈ കുട്ടി എന്താ പിച്ചും പെയ്യും പറയുന്നേ? കാണാൻ നല്ല ഭംഗിയുണ്ട്. അയാളെന്താ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നേ? ചോദിക്കണോ? വേണ്ട കാർത്തു, അറിയാത്ത നാടാ. ഇനിയിപ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോവണ്ട, അല്ലെങ്കിലും ആരുമില്ല കൂടെ. വേറൊരു കത്തും കൂടെ ഉണ്ടല്ലോ, എന്താ അത്? ലക്ഷ്മി, നിന്റെ ഒരു വാക്കിന് വേണ്ടിയാണ് ഏട്ടൻ കാത്തിരിക്കുന്നത്. മറ്റാരെയും നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം നിന്നെയും കുഞ്ഞിനെയും. എന്നെങ്കിലും നിന്റെ ദേഷ്യം മാറി നീ വരുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. വാ മോളെ. എല്ലാ കത്തുകളിലും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ക്ഷമ ചോദിക്കുന്നു, തിരിച്ചു വരാൻ പറയുന്നു. അപ്പോ ആരായിരിക്കും ഈ കത്ത് എഴുതിയത്? ആരായാലും അയാൾ എന്റെ അമ്മയെ നല്ലോണം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ടും എന്താ അമ്മ അവരെ അടുത്തേക്ക് പോവാത്തെ? എന്തിനാ അമ്മയോട് മാപ്പ് ചോദിക്കുന്നേ? ഇവക്ക് മുഴുത്ത വട്ട് തന്നെ. എന്താ മോനെ? ഒന്നുമില്ല അങ്കിൾ. ഈ പൊട്ടൻ ഞാൻ പറയുന്നത് കേട്ടു, അവള് പറയുന്നതൊന്നും കേട്ടില്ലേ? എങ്ങനെ കേൾക്കാനാ? ഒരു ചാക്ക് പോലത്തെ സാധനം തലയെ കെട്ടിയേക്കുമല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അയ്യോ അമ്മ, എന്താ എന്താന്നോ? ഞാൻ നിന്നെ എന്താ ഏൽപ്പിച്ചിരുന്നേ? എന്ത് ലച്ചു, ഒറ്റൊന്നും വെച്ച് തരട്ടോ. ഞാൻ നിന്നോട് പാത്രം കഴുകാൻ പറഞ്ഞല്ലേ ഞാൻ മുറ്റ പഠിക്കാൻ ഇറങ്ങി? അതാണോ? അത് എപ്പോ വരാമേ? 24 മണിക്കൂർ ഫോണിലാ അവള്. ഒരു കാര്യം പറയാൻ ചെയ്യാ ഇല്ല. ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള ഫോണമ്മേ. ദേ ലച്ചു, എന്നെ കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കണ്ട. അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടേ? പാത്രം കഴുകണം, അത് ഞാൻ കഴുകിക്കോളാം. നിനക്കറിയാലോ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ടാണ് കല്യാണത്തിന് പോവാന്. അല്ല, നീ പോരുന്നില്ലേ? ഞാനില്ല അമ്മേ. എന്താ നീ ഇല്ലാത്തെ? എനിക്കെന്തോ എന്റെ തുണക്കാരും ഉണ്ടാവൂല. എന്റെ ലച്ചു, ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വേഗം പോരാലോ. എന്നാലും അമ്മ ഒരു ചടപ്പ്. എന്നാ ഞാൻ നിർബന്ധിക്കുന്നില്ല, നീ എന്തേലും ചെയ്തോ. അല്ല, അപ്പൊ നിനക്ക് ഉച്ചക്കേക്കുള്ള ഫുഡോ? അത് കുഴപ്പമില്ലമ്മേ, രാവിലത്തെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഇല്ലേ, എനിക്ക് അത് മതി ഉച്ചക്ക്. അത് വേണ്ട.
അമ്മ വരുമ്പോ ഒരു ബിരിയാണി വാങ്ങിക്കാം. എന്നാ ഹാഫ് മതി അമ്മേ, ഫുൾ ഒന്നും വേണ്ട, ഞാൻ കഴിക്കൂല. ശരി. അല്ല പാറന്തേ? അവൾ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഇതുവരെ പോന്നില്ല. ഏത് ഡ്രസ്സാ നല്ലോണം അവൾക്ക് മാച്ച് ആവാൻ നോക്കി നിൽക്കുക. എന്റെ ഈശ്വര, ഇതിലേക്ക് ഒരുക്കി ഞാൻ എപ്പോഴാണാവോ പോവാ? ഓക്കേടാ, ഞാൻ പിന്നെ വിളിക്കാം. ഇതാരോ പുതിയൊരു അവതാരം, കൊള്ളാലോ. ഹായ്. ഹായ്. എന്താ തന്റെ പേര്? കാർത്തിക. നൈസ്. എന്റെ പേര് മായ. ഞാൻ എങ്ങോട്ടാ പോകുന്നേ? എറണാകുളം. വാവ്, അപ്പോ എനിക്ക് ഒരു കമ്പനിക്ക് ആളായല്ലോ. മായ അങ്ങോട്ടാണോ? ഞാൻ ട്രിവാൻഡ്രം വരെ, കൊച്ചി വരെ നീ ഉണ്ടാവല്ലോ കമ്പനിക്ക്. ആ അങ്ങനെ, എനിക്കും സമാധാനായി. ഞാനങ്ങനെ ദൂരത്തേക്കൊന്നും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാ. ഓ അങ്ങനെയാണോ? ഒട്ടും പേടിക്കണ്ട, ഞാനുണ്ട് നിനക്ക് കമ്പനി തരാൻ. അല്ല, ജോബിന്റെ ആവശ്യത്തിനാണോ പോകുന്നേ? അല്ല. എന്തു പറ്റി കാർത്തു? എനി പ്രോബ്ലം? ഒന്നുമില്ല. പറ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. കസിനുണ്ട്, അവരെ വീട്ടിലേക്കാ പോകുന്നേ. അതിനാണോ താനിങ്ങനെ സാഡായി നിൽക്കുന്നേ? സന്തോഷിക്കല്ല വേണ്ടേ, അവരെയൊക്കെ കാണാലോ. അതെ. അല്ല, മായ വീട്ടിലോട്ടാണോ? അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോവാ. ഞാൻ ജോബ് ചെയ്യുന്നേ എറണാകുളത്താ. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വരാ. നാളെയാ ഫംഗ്ഷൻ. അപ്പോ ഫ്രണ്ട്സ് ഒക്കെ? അവരൊക്കെ ഈ ട്രെയിനിൽ തന്നെ കേറും. അധികം പേരൊന്നുമില്ല, ഉള്ളവര് കൊച്ചിന്ന് കേറും. അമ്മയോ അച്ഛനോ ആരെങ്കിലും കൂടെ ഉണ്ടോ? ഇല്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല കാർത്തു, ഞാന് ജോബിന്റെ ആവശ്യത്തിന് തന്നെ ലോങ് ട്രാവൽ ചെയ്യാറുള്ളതാ. അല്ല, എന്റെ നമ്പർ താ. നീ എറണാകുളത്തേക്കല്ലേ? ഞാൻ അവിടെ അല്ലേ ജോലി ചെയ്യുന്നേ, നമുക്ക് ഇടക്ക് കാണാലോ. ആ, തനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, എന്താണേലും എന്നോട് പറ. ഒന്നുമില്ല, തനിക്ക് തോന്നുന്നതാ. എന്നാ നീ ഇപ്പൊ പറയണ്ട, പക്ഷെ നിനക്ക് എന്നാ പറയാൻ തോന്നുന്നേ അന്ന് നീ പറ. ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ടട്ടോ. ചേടാ, ഇയാൾ കുറെ നേരമായല്ലോ. എന്താടാ? ഞാൻ കുറെ നേരമായി നോക്കി നിൽക്കുന്ന ഇങ്ങോട്ട് തന്നെ. ഞാൻ വന്നപ്പോ നോട്ട് ചെയ്തതാ, പിന്നെ നമ്മുടെ സംസാരത്തില് അതങ്ങ് പറയാൻ വിട്ടു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. മായ, ഒന്നും പറയണ്ട, അറിയാത്ത സ്ഥലല്ലേ എന്ന് കരുതി മിണ്ടാതെ നിക്കണം. നമ്മള് പ്രതികരിക്കേണ്ട സ്ഥലത്തെ പ്രതികരിക്കുക തന്നെ വേണം. ആരെ അവര് വിളിക്കുന്നേ? തന്നെ തന്നെ. എന്നെയോ? എന്തോ ഹെൽപ്പ് ചെയ്യാനായിരിക്കും. ഇത് എനിക്ക് കിട്ടിയ അവസരമാ. താനെന്താ നോക്കി നിൽക്കുന്നേ? താൻ ഗേൾസിനെ കണ്ടിട്ടില്ലേ? അത് പിന്നെ കുറെ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നേ. ഇനി നീ ആ വൃത്തികെട്ട നോട്ടം നോക്കിയാലുണ്ടല്ലോ, നിന്റെ രണ്ട് കണ്ണ് ഞാൻ കൊത്തി പൊട്ടിക്കും, കേട്ടല്ലോ. ഇവിടുന്ന് പോവാ, അതാ ബുദ്ധി. നന്നായി മോളെ, മോള് പറഞ്ഞ്. പെൺപിള്ളാരെ കാണുമ്പോ ചിലർക്കൊരു ഇളക്കമാ. അതൊന്നും ഇവിടെ വർക്കാവത്തില്ല. അല്ല, അപ്പൂപ്പൻ എങ്ങോട്ടാ? ഞാനും ഇവളും കൂടെ മോളെ വീട്ടിൽ പോവാ. അല്ലേട്ടാ, എത്തിയോ? എത്തിയിട്ടൊന്നുമില്ല. ഞാനൊന്ന് മയങ്ങിപ്പോയി. അത് നീ യാത്ര തുടങ്ങിയാൽ അങ്ങനെ തന്നെ അല്ലേ. പിള്ളേരെ മുമ്പ് വെച്ച് കളിയാക്കല്ലേ. മക്കൾ എങ്ങോട്ടാ? ഞാൻ തിരുവനന്തപുരം. ഞാൻ എറണാകുളം. ഞാന് എന്റെ മോളെ കാണാൻ പോവാ. കൊച്ചുമോളെ കണ്ടിട്ട് കുറെ ആയി, അതുകൊണ്ട് അവർക്ക് വരാൻ കഴിയത്തില്ല. അപ്പൊ അങ്ങോട്ട് പോവാ തന്നെ കരുതി. ഈ പ്രായത്തില് എന്നാണല്ലോ. അതെ അതെ, അവർക്ക് ഞങ്ങൾ വരുന്നതൊന്നും അറിയത്തില്ല. അറിഞ്ഞ വായിക്ക് പറയും. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നെന്ന് അറിഞ്ഞാ തന്നെ അവര് പിന്നെ പറയണ്ടല്ലോ. അപ്പൊ സർപ്രൈസ് ആണല്ലേ, അത് പൊളിക്കും. എന്തായാലും അവരോടൊക്കെ ഞങ്ങൾ അന്വേഷണം പറയണേ. കൊച്ചുമോളെ പേരെന്താ? മീനാക്ഷി. മീനൂട്ടി എന്ന് വിളിക്കും എല്ലാരും. എന്നാ ഈ ചോക്ലേറ്റ് മീനൂട്ടിക്ക് കൊടുക്കണേ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. സ്ഥലമെത്താനായി. എന്നാ മക്കളെ, ഞങ്ങളങ്ങോട്ട്. ശരി അപ്പൂപ്പ. കാർത്തു, താനെന്തിനാ കരയുന്നേ? കണ്ണില് കരട് പോയതാ. അത് നീ പറഞ്ഞത് കള്ളം. എന്നിൽ നിന്നും എന്തൊക്കെയോ നീ ഒളിക്കുന്നുണ്ട്. അവരെ കണ്ടപ്പോ എന്റെ അമ്മയെ ഓർമ്മ വന്നു, അതാ. അതിനാണോ നീ കരയുന്നേ? നീ കസിന്റെ വീട്ടിൽ പോയി തിരിച്ച് നീ വീട്ടിലോട്ട് തന്നെ പോവില്ലേ? അപ്പോ അവിടെ ഉണ്ടാവില്ലേ നിന്റെ അമ്മ? ഇല്ല മായ. അതെന്താ? എന്റെ അമ്മ ജീവിച്ചു വന്നു, അതാ. അതിനാണോ നീ കരയുന്നേ? നീ കസിന്റെ വീട്ടിൽ പോയി തിരിച്ച് നീ വീട്ടിലോട്ട് തന്നെ പോവില്ലേ? അപ്പോ അവിടെ ഉണ്ടാവില്ലേ നിന്റെ അമ്മ? ഇല്ല മായ. അതെന്താ? എന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. എനിക്ക് ആരുമില്ല മായ. അവരെ കണ്ടപ്പോ എനിക്ക് എന്റെ ആരൊക്കെയാണെന്ന് തോന്നിപ്പോയി. കാത്തു, നീ സങ്കടപ്പെടാതെ. ആരുമില്ല എന്നൊന്നും പറയാതെ ഇപ്പോ എന്നെ നീ പരിചയപ്പെട്ടില്ലേ,
എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്. നിന്റെ എന്താവശ്യത്തിനും എന്നെ വിളിക്കാം. നിന്റെ മൂടിപ്പോ ശരിയല്ല, അതുകൊണ്ട് നീ സ്റ്റോറി ഒന്നും പറയണ്ട. പക്ഷേ നീ പറയണം നിന്റെ കഥകളെല്ലാം എന്നോട് ഒരിക്കൽ. ഞാൻ മാരേജ് കഴിഞ്ഞ് കൊച്ചിയിലേക്ക് വരും, നമുക്ക് മീറ്റ് ചെയ്യാം. ഇത്ര പെട്ടെന്ന് കൊച്ചി എത്തിയോ? കാർത്തു, നീ ഓക്കെ അല്ലേ? അതെ. എന്നാലൊന്ന് ചിരിച്ചേ. മതിയോ? ദാറ്റ്സ് മൈ ഗേൾ. ഇങ്ങനെ വേണം എപ്പോഴും നീ. മാരേജ് കഴിഞ്ഞ് ഞാൻ കൊച്ചിയിലേക്ക് വരും, നമുക്ക് തീർച്ചയായും ഈ അടുത്ത് തന്നെ മീറ്റ് ചെയ്യണം. ഓക്കെ? തീർച്ചയായും.